ഏഴാം ഘട്ടം അഡ്മിഷൻ നടപടിക്രമം. അഡ്മിഷൻ നടപടിക്രമങ്ങൾ. അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷന് സജ്ജീകരണം ഒരുക്കുകയും ഫീസ് മുഖേന മദ്രസയുടെ സുഗമമായ നടത്തിപ്പിനെ പരിശ്രമിക്കുകയും ചെയ്യുക. അഡ്മിഷൻ വർഷത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ സ്കൂൾ അവധിക്ക് 1 മാസം മുമ്പ് നിശ്ചയിക്കുക. അത് മുഖാന്തരം ഗ്രൂപ്പ് ടീച്ചിംഗ് നിലനിർത്തുവാനും മദ്രസയിലെ ഫീസ്, യൂണിഫോം മുതലായ കാര്യങ്ങൾ എളുപ്പത്തിൽ ക്രമീകരിക്കുവാനും കഴിയും. മദ്രസയിൽ പ്രവേശനത്തിനുള്ള ദിവസം, തീയതി, സമയം എന്നിവ കൃത്യമായി നിശ്ചയിക്കണം. ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. മദ്രസയുടെ അഡ്മിഷന് പ്രത്യേക ഫോം തയ്യാറാക്കണം. വിദ്യാർത്ഥിക്ക് പ്രയാസമില്ലാതെ എത്താൻ കഴിയുന്ന സമയം അതിൽ രേഖപ്പെടുത്തണം. അഡ്മിഷൻ ഫീസ് നിശ്ചയിക്കണം. കുട്ടികൾക്ക് പാഠപുസ്തകം, യൂണിഫോം, ബാഗ്, ID കാർഡ് എന്നിവ വിതരണം ചെയ്യണം. ആർക്ക് ഫോം കൊടുത്താലും അതിന്റെ സമയം, അവരുടെ പേര്, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തി വെച്ചാൽ പിന്നീട് അവരുമായി ബന്ധപ്പെടുന്നതിന് അത് സഹായകരമാകും. ഫോം പൂരിപ്പിച്ച് നൽകുന്ന സമയത്ത് കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കളെയും വിളിച്ച് മദ്രസയുടെ നിയമാവലി ബോധ്യപ്പെടുത്തി കൊടുക്കുക. മുടങ്ങാതെ കൃത്യമായി മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുക. മദ്രസ നിയമാവലികൾ അവർക്ക് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അനാവശ്യ കടുപ്പം കാണിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അത് കാരണമായി പ്രാഥമിക ദീനീ വിദ്യാഭ്യാസം തടയപ്പെട്ടു പോകുന്നതാണ്. അഡ്മിഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പ്രായം, കോഴ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ക്ലാസുകളായി തിരിക്കണം. പ്രായം, ക്ലാസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തി പ്രവേശനം നൽകുക. 4 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ നൽകാവുന്നതാണ്. വളരെ ചെറിയ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകരുത്. 12 അതിൽ താഴെയോ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൈമറി കോഴ്സിലേക്കും 13 വയസ്സിന് മേലുള്ള വിദ്യാർത്ഥികൾക്ക് മുതിർന്നവരുടെ കോഴ്സിലേക്കുമാണ് അഡ്മിഷൻ നൽകേണ്ടത്. ഒരു കുട്ടി പ്രവേശനം പൂർത്തിയായ അഥവാ 20 കുട്ടികൾ തികഞ്ഞ ഒരു ബാച്ചിന്റെ സമയത്ത് അഡ്മിഷൻ നേടാൻ ആഗ്രഹിച്ചാൽ അതേ സമയത്ത് പുതിയ ബാച്ച് തയ്യാറാക്കി അവർക്ക് ഒരു മുഅല്ലിമിനെ നിശ്ചയിക്കേണ്ടതാണ്. മറ്റ് മദ്രസയിൽ നിന്നും വിടുതൽ നേടിവരുന്ന കുട്ടിയുടെ മുമ്പത്തെ റിസൾട്ട് കാർഡ് മദ്രസയിൽ രക്ഷകർത്താവിന്റെ സാന്നിധ്യത്തിൽ വിലയിരുത്തൽ നടത്തി അനുയോജ്യമായ ക്ലാസ് തീരുമാനിക്കണം. പാർട്ട് ടൈം, ഫുൾ ടൈം ഹിഫ്ളിലേക്കുള്ള അഡ്മിഷനും ഇതോടൊപ്പം ക്രമീകരിക്കുക. അഥവാ 2 ക്ലാസുകൾ ഉണ്ടെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളെ ഒരുമിച്ചിരുത്തി വേണം ഓരോ ക്ലാസുകളും ക്രമീകരിക്കേണ്ടത്. മുതിർന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അഡ്മിഷൻ. 9 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കായി പ്രാദേശിക മദ്രസയിൽ ക്ലാസുകൾ സജ്ജീകരിക്കേണ്ടതാണ്. സാധിക്കുമെങ്കിൽ ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേക സംവിധാനം ഒരുക്കുകയാണ് ഏറ്റവും നല്ലത്. 7ാം ഘട്ടത്തിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ: 1. അഡ്മിഷൻ നടപടിക്രമങ്ങൾ. 2. പ്രായം, ക്ലാസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തി അഡ്മിഷൻ നൽകുക. 3. മുതിർന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അഡ്മിഷൻ.